നമസ്തേ. നമ്മളിവിടെ ചികിത്സയ്ക്ക് വരുമ്പം മിക്കവാറും കുട്ടികൾ, കാരണം പല ഫാമിലിയിൽ നിന്നും പല സ്ഥലത്തു നിന്നും വരുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് അറിയാം, അതായത് ഈ കുട്ടിയെ എത്രമാത്രം പേരൻസ് പാമ്പർ ചെയ്താണ് വളർത്തിയത്, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിട്ടാണോ വളർത്തിയതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, നമുക്ക് കുട്ടികളെ കൊണ്ട് ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് ശീലിപ്പിക്കാനും പറ്റണം, ഇഷ്ടമുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ ഓരോ ഡയറ്റ് പ്ലാൻ ആയാലും. ഇതൊന്നും കുട്ടികളെ നമ്മൾ എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് അവർക്കൊരു ടോർച്ചറിങ് അല്ല ഒരിക്കലും ശരിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് എത്രമാത്രം പാമ്പർ ചെയ്തിട്ട് കൊണ്ടുവന്ന കുട്ടിയാണോ അത്രയും റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. കാരണം അവൻ്റെ ഇതുവരെയുള്ള ശീലം എന്ന് പറയുന്നത് അവൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ശീലമാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈപ്പറാവും. അതായത് ഇവിടെ വന്നൊരു 3-4 ദിവസം അവൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി എത്രമാത്രം ഉണ്ടോ, ദാറ്റ് ഈസ് ഹാവിങ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ വിത്ത് ദ പാമ്പറിങ് ദേ ഹാവ് ഡൺ, പാരൻസ് ഹാവ് ഡൺ ഇൻ ദ ഹോം. അപ്പം അത് മിക്കവാറും നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് മനസ്സിലാവും. അപ്പം ഞാൻ അവരോട് പറയാറുള്ളത്, ഇനിയെങ്കിലും നമ്മൾ വീട്ടിൽ പോയിട്ട് കുട്ടിയെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. നമുക്കൊരു ലോങ് ടേം ഹാപ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ടേം ഹാപ്പിനെസ് മതി, നമുക്ക് കുറച്ച് നേരത്തേക്ക് കുട്ടി അടങ്ങിയിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, കുട്ടി ചോദിക്കുന്ന എന്തും കൊടുക്കാം. അത് നമ്മൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു 10 വയസ്സോ 15 വയസ്സോ ആകുമ്പോഴായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ ഇത് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് പോകും, ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടോ, മോനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം. പക്ഷെ അതിൻ്റെ വേരെവിടെയാണെന്ന് നോക്കിയാൽ, റൂട്ട് എവിടെയാണെന്ന് നോക്കിയാൽ, കുഞ്ഞുനാളിലേ നമ്മൾ കുട്ടികൾക്ക് അവന് ചോദിച്ചതും അവൻ ആഗ്രഹിച്ചതും എല്ലാം കിട്ടി ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ കൊണ്ടുവരുമ്പം കുട്ടി ടാൻട്രംസ് കാണിക്കും. അത് നമുക്ക് ഇവിടെ ചികിത്സയ്ക്ക് വരുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു 4 ദിവസം എത്രമാത്രം നമുക്ക് ആ കുട്ടി, ചില കുട്ടികളുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഷെഡ്യൂളുമായിട്ട് ഇഴുകി ചേരാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം അവൻ്റെ വീട്ടിലെ അതൊരു ശീലമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിചാരിക്കുക, ദ quantum of pampering that you have done is having direct proportion to the resistance of the kid or the hyperactivity of the kid. Namaste.